കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻപിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. നമ്മളെ ഒന്ന് ഞെട്ടിച്ച വാർത്തയാണ്. അതായത് ഈ വളപട്ടണത്ത് ഒരു വീട്ടിൽ നിന്ന്, ഒരു വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും കവർച്ച ചെയ്ത സംഭവം നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ ആ വാർത്ത എന്ന് പറയുന്നത്. ആ സംഭവത്തിൽ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വീടുമായി വളരെ അടുപ്പമുള്ള ആളുകളുടെ സഹായം ആ കവർച്ചയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ആ വീട്ടുകാർ പൊള്ളാച്ചിയിലേക്ക് കല്യാണ ആവശ്യത്തിനായി പോയ സമയം നോക്കുന്നു. ഒപ്പം തന്നെ ലോക്കറിൻ്റെ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വളരെ കൃത്യമായ രീതിയിൽ അറിവുള്ള ഒരാൾ തന്നെയായിരിക്കണം സഹകരിച്ചത് ആ കവർച്ചയുമായി ബന്ധപ്പെട്ട്. ആ രീതിയിലാണല്ലോ അതിൻ്റെ ഒരു ഓപ്പറേഷൻ നടന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ആ CCTV ദൃശ്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷേ പോലീസ് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഇതുപോലെ സമാന കേസുകളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. ആ കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ അടക്കം വിരലടയാളങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കണ്ണൂർ മുതൽ മംഗലാപുരം വരെയുള്ള വിവിധ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 100-ലധികം പേരുടെ വിരലടയാളങ്ങൾ ഈ സമയം കൊണ്ട് തന്നെ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. M. സന്തോഷ് നമ്മളോടൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. നോക്കാം എന്താണ് പോലീസിന്റെ നീക്കം എങ്ങനെയാണെന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സന്തോഷ്, സത്യത്തിൽ ആ വാർത്ത നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഒരു വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും കവരുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പ്രതിയിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. കാരണം തെളിവുകളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. ആ ഘട്ടത്തിൽ ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. പ്രത്യേകിച്ചും ഈ സമാനമായ കേസുകളിലെ പ്രതികളുടെ വിരലടയാളം നോക്കുന്നു. ഒപ്പം തന്നെ വിവിധ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പോലീസ് ഈ അന്വേഷണത്തെ ഏകോപിപ്പിക്കുന്നത് എങ്ങനെയാണ്? മനു, തീർച്ചയായും ഈ ഒരു കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കാനും അതോടൊപ്പം തന്നെ ഈ പ്രതികളെ തിരിച്ചറിയാനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അന്വേഷണ സംഘം വിപുലപ്പെടുത്തുകയും കൂടുതൽ ആളുകളെ ഈ അന്വേഷണ സംഘത്തിലേക്ക്, പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ, ഈ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ തന്നെ ഈ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ മോഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് ഈ സമീപ പ്രദേശങ്ങളിലുള്ള നിരവധിയായ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവർ മംഗലാപുരത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള സൂചനയിൽ മംഗലാപുരം വരെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റുമുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചുകൊണ്ട് വളരെ സസൂക്ഷ്മമായി അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെടുക്കുന്ന ഒരു സമയം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ സമയമെല്ലാം കൂടി ഏകദേശം ഒരു കാൽക്കുലേഷൻ നടത്തിക്കൊണ്ട് വളരെ സെക്കൻഡ് ബൈ സെക്കൻഡ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു അന്വേഷണ പുരോഗതി അക്കാര്യത്തിൽ നേടാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പ്രത്യേക സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഈ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസിന് ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഈ മോഷണം നടന്ന വീടിനകത്തു നിന്ന് ലഭിച്ച വിരലടയാളങ്ങളാണ്. 16 വിരലടയാളങ്ങളാണ്, 16 സ്ഥലത്ത് നിന്നുള്ള വിരലടയാളങ്ങളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുള്ളത്. ഈ വിരലടയാളങ്ങൾ ഒത്തുനോക്കുന്നതിനായി സമാന കേസുകളിൽ, വലിയ മോഷണം നടന്ന കേസുകളിൽ, ഇതിനു മുൻപുണ്ടായിട്ടുള്ള കേസുകളിലെ പ്രതികളുടെ വിരലടയാളം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ 100-ലധികം ഈ പ്രതികളുടെ, മോഷ്ടാക്കളുടെ വിരലടയാളം ശേഖരിച്ചുകൊണ്ട് അതുമായി ഒത്തുനോക്കിക്കൊണ്ടുള്ള പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. അതായത് ഈ വീട് നിലനിൽക്കുന്ന സ്ഥലത്തെ മൊബൈൽ ടവറുകൾ പരിശോധിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഈ മോഷണം നടന്ന ദിവസങ്ങളിൽ ആ മൊബൈൽ ടവറിൻ്റെ പരിധിയിലുള്ള പ്രദേശവാസികളല്ലാത്ത ആളുകൾ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘം അതിൻ്റെ ഭാഗമായി തന്നെ നടത്തുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഈ ശാസ്ത്രീയമായ തെളിവുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനോടകം തന്നെ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഈ മോഷണം നടത്തിയത് ഒരാളാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഘത്തിൽ 3 പേരുണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നു. പക്ഷേ വീടിനകത്ത് കയറി മോഷണം നടത്തിയത് ഒരാളാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ മോഷ്ടാക്കൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു സഹായം പുറമേ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് ഈ വീടിനെ കുറിച്ച് അടുത്ത് അറിയാവുന്ന ആളുകളിൽ നിന്നാണ് ആ സഹായം ലഭിച്ചത് എന്നുള്ള ഒരു നിഗമനം പോലീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ പോലീസ് നടത്തിയത്. ഒന്ന്, ഈ മോഷണത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, ഈ മോഷണം നടന്നത് വീടിനകത്ത്
ഒരു ഷെൽഫിൽ, ഈ ലോക്കറിലാണ്, മരത്തിൻ്റെ ഷെൽഫിലാണ് ഈ ലോക്കർ ഉള്ളത്. അതിൻ്റെ താക്കോൽ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ഷെൽഫിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ആ താക്കോൽ എടുത്ത് കൃത്യമായി ഈ ലോക്കർ തുറക്കുന്നതിന് തന്നെ പ്രത്യേക രീതികളുണ്ട്. ആദ്യത്തെ തവണ ഈ താക്കോൽ ഉപയോഗിച്ചും രണ്ടാമത്തെ തവണ ഒരു ലിവർ ഉപയോഗിച്ചുമാണ് അത് തുറക്കാൻ കഴിയുക. അങ്ങനെ വളരെ കൃത്യമായിട്ടിത് അതിൻ്റെ അതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ ലോക്കർ തുറന്ന് മോഷണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഈ വിവരങ്ങൾ മോഷ്ടാക്കളെ സഹായിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മറ്റൊന്ന്, ഈ വിവരങ്ങൾ, അതായത് ഈ അഷ്റഫും കുടുംബവും മധുരയിലേക്ക് വിവാഹത്തിന് പോകുന്നതും തിരിച്ചെത്തുന്നതുമായിട്ടുള്ള സമയത്തെ സംബന്ധിച്ചുള്ള യഥാസമയ വിവരങ്ങൾ ഈ മോഷ്ടാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിനുണ്ട്. ആരാണ് ആ വിവരം നൽകിയത് എന്നറിയാനായിട്ടുള്ള നിരവധി ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. പോലീസ് ഈ മോഷണം നടന്നത് 20-ാം തീയതി പുലർച്ചെയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതി, ഈ മോഷ്ടാവ് അതിന് തൊട്ടടുത്ത ദിവസം വീണ്ടും ആ വീട്ടിലെത്തിയിട്ടുണ്ട്. 21-ാം തീയതി രാത്രി കൂടി ഈ മോഷ്ടാവ് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെയും CCTV ദൃശ്യങ്ങളുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പരമാവധി ഈ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകളുടെ മൊഴി ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. അഷ്റഫിൻ്റെ കുടുംബാംഗങ്ങൾ, വീട്ടിലെ പണിക്കാർ, അതോടൊപ്പം തന്നെ സ്ഥാപനത്തിലെ ജീവനക്കാർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുടെ മൊഴിയും പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിറക്കിക്കൊണ്ടുള്ള വളരെ സമഗ്രമായ വേഗത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ കേസിൽ പുരോഗമിക്കുന്നത്. പക്ഷേ പ്രതികളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകാതെ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. മനു, ശരി, സന്തോഷാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. പോലീസ് ഏതായാലും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ് ഈ കേസിൽ ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട്. അതിന് വ്യാപകമായ തരത്തിലുള്ള വലിയ പരിശോധനകൾ, വിരലടയാളം, ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് സന്തോഷം നമ്മളോട് പറയുകയും ചെയ്തത്.